ഒരു വർഷം തുടങ്ങുമ്പോൾ തന്നെ ആദ്യം എത്തുന്ന ഒരു ചർച്ചയാണ് ബിഗ് ബോസ് എപ്പോഴാണ് ആരംഭിക്കുക എന്നത്. എല്ലാ വർഷവും ജനുവരിയൊക്കെ ആകുമ്പോൾ ബിഗ് ബോസിന്റെ ചർച്ചകളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു തുടങ്ങാറുണ്ട്. അത് മാത്രമല്ല, പ്രിഡിക്ഷൻ ലിസ്റ്റ് അതാണ് ഏറ്റവും മെയിൻ. പ്രിഡിക്ഷൻ ലിസ്റ്റ് എത്തുമ്പോൾ അതിൽ ഏകദേശം കഴിഞ്ഞ വർഷമൊക്കെ ഏകദേശം പറഞ്ഞ ആളുകൾ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്തവണയും പ്രഡിക്ഷൻ ലിസ്റ്റ് എത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ബിഗ് ബോസ് അൾട്ടിമേറ്റ് ആണോ എന്ന ചോദ്യം തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ബിഗ് ബോസ് അൾട്ടിമേറ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെ എല്ലാം എന്ന് വെച്ചാൽ ആദ്യത്തെ സീസൺ മുതൽ അടിപൊളിയായി മത്സരിച്ച മികച്ച അഭിപ്രായം നേടിയ കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി ഒരു കുടക്കീഴിൽ വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ബിഗ് ബോസ് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. ആ ബിഗ് ബോസ് അൾട്ടിമേറ്റ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വലിയ പോരാട്ടമായിരിക്കും. കാരണം ഏറ്റവും മികച്ച ഗെയിമേഴ്സ് ആയിട്ടുള്ള 28 പേരെങ്ങാനും ആയിരിക്കും, അല്ലെങ്കിൽ 16 പേരൊക്കെ ആയിരിക്കും അതിനോട്ട് കടത്തിവിടുന്നത്. അപ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ച ആൾ ഇപ്രാവശ്യം വിജയിക്കണമെന്നില്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയ് ഇപ്രാവശ്യം ഉണ്ടാകണമെന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിൽ. എന്നാൽ വിജയായിട്ടുള്ളവർ മാത്രമല്ല, അല്ലാത്ത ആൾക്കാരും വരാറുണ്ട്. എന്നാൽ ബിഗ് ബോസ് അൾട്ടിമേറ്റ് അല്ല, ഇത്തവണ ബിഗ് ബോസ് സീസൺ തന്നെയാണ് വരുന്നത്. എന്നാൽ അത് ഇച്ചിരി താമസിക്കും, ഓഗസ്റ്റ് ഒക്കെ ആകും എന്നാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ പ്രഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ പുറത്തു വന്നു കഴിഞ്ഞു. ഇത്തവണത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കുറേ ആളുകളുണ്ട്. ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബീന ആന്റണി, ഷാലു പേയാട്, ഗ്രീൻ ഹൗസ്, സീരിയൽ ആക്ടർ ലഗ്ജിത് സൈനി, ശ്രീലക്ഷ്മി അറക്കൽ, ആങ്കർ സരിക, ജാസി, അഖില ശശിധരൻ, അജയ് വാസുദേവ്, മനോജ് ഗിന്നസ്, സിംഗർ അഞ്ജു എബ്രഹാം തുടങ്ങിയവരാണ് ഇത്തവണത്തെ മെയിൻ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. സാധാരണ എല്ലാ കൊല്ലവും പ്രഡിക്ഷൻ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിലെ ഒരു പകുതി ആളുകളെങ്കിലും വരാറുണ്ട്. അത് മാത്രമല്ല, ഈ പ്രഡിക്ഷൻ ലിസ്റ്റ് ഇങ്ങനെ വന്ന് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ആരൊക്കെയാണ് വരുന്നത് എന്നൊരു ഉറപ്പുമില്ലാത്ത രീതിയാണ്. കാരണം കുറച്ചൊന്ന് കഴിയണം ഈ പ്രഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ ഒന്ന് കറക്റ്റ് വരാൻ. കഴിഞ്ഞ പ്രാവശ്യം പലരും ബിഗ് ബോസിൽ പോകുന്നു എന്ന സൂചനയ്ക്ക് ആദ്യമേ തന്നിരുന്നത് കൊണ്ട് ആ പ്രഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ ഓക്കെ ആയിരുന്നു. അത് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം കൂടുതലും യൂട്യൂബേഴ്സ് ആയിരുന്നു. ആ ഒരു രീതി ഇപ്രാവശ്യം ബിഗ് ബോസ് മാറ്റുകയാണ്. ഇപ്രാവശ്യം യൂട്യൂബേഴ്സ് അല്ല, അല്ലാത്ത ആളുകളെയാണ് കൂടുതലും പ്രഡിക്ഷൻ ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്.